മഹാരാഷ്ട്രയിൽ പുതിയ സഖ്യത്തിന്റെ സൂചന നൽകി ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും ഒരേ വേദിയിലെത്തി. 2 പതിറ്റാണ്ട് നീണ്ട പിണക്കം മാറ്റിയാണ് ഇരുവരും വേദി പങ്കിട്ടത്. മറാഠി ഭാഷയ്ക്കും സംസ്കാരത്തിനുമായി ഒന്നിച്ചു നീങ്ങുമെന്ന് ഇരുവരും പ്രഖ്യാപിച്ചു. വർളിയിലെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആയിരങ്ങളെ സാക്ഷിയാക്കി താക്കറേമാർ കൈകൊടുത്തു. രാഷ്ട്രീയ സഖ്യമോ ലയനമോ പ്രഖ്യാപിച്ചില്ലെങ്കിലും നീണ്ട 20 വർഷത്തെ പിണക്കം അവസാനിപ്പിച്ചു. സ്കൂളുകളിൽ ഹിന്ദി ഭാഷ നിർബന്ധമാക്കാനുള്ള സർക്കാർ തീരുമാനത്തെ എതിർത്ത് തോൽപ്പിച്ചതിന്റെ ആഘോഷമായിരുന്നു പരിപാടി. നേരത്തെ സമരമായിരുന്നു ഈ ദിനം നിശ്ചയിച്ചിരുന്നതെങ്കിലും സർക്കാർ ഉത്തരവ് റദ്ദാക്കിയതോടെ പ്രതിഷേധ പരിപാടി ആഘോഷ പരിപാടിയാക്കി മാറ്റുകയായിരുന്നു. ബാൽ താക്കറെ ശ്രമിച്ചിട്ടും ഒന്നിക്കാതിരുന്ന ഉദ്ധവിനെയും തന്നെയും ദേവേന്ദ്ര ഫട്നാവിസ് ഒരുമിപ്പിച്ചെന്ന് രാജ് താക്കറെ. ഈ യോജിപ്പ് ഇനിയും മുന്നോട്ട് പോകുമെന്ന് ഉദ്ധവ് കൂടി പറഞ്ഞതോടെ ലക്ഷ്യം വ്യക്തം. 2005 മകൻ ഉദ്ധവിനെ പിൻഗാമിയാക്കാനുള്ള ബാൽ താക്കറയുടെ നീക്കത്തിൽ പിണങ്ങിയാണ് മരുമകൻ രാജ് താക്കറെ ശിവസേന വിട്ട് MNS രൂപീകരിച്ചത്. എന്നാൽ സമീപകാലത്ത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പ്രസക്തി നഷ്ടപ്പെടാതിരിക്കാൻ ബുദ്ധിമുട്ടുകയാണ് രാജ്. ഉദ്ധവാവട്ടെ പാർട്ടി പിളർന്നതോടെ ക്ഷീണത്തിലുമാണ്. 2 പതിറ്റാണ്ട് കാലത്തെ പിണക്കം മാറ്റിവെച്ച ഉദ്ധവും രാജ് താക്കറെയും ഒന്നിക്കുന്നതിന്റെ കൃത്യമായ സൂചനകളാണ് മുംബൈയിലെ ഈ പരിപാടി. സമീപകാലത്ത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന വൻ നീക്കങ്ങളിലൊന്ന്. വർളിയിലെ സ്പോർട്സ് കോംപ്ലക്സിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.